അതെങ്ങനെ ഒരു ലാൻഡ് സ്കെയിലായി കൊണ്ടുവരും? കാരണം നിങ്ങൾ 3 പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആണെന്ന് അങ്ങനെ ഒക്കെ നമുക്ക് ഇറക്കാം, അങ്ങനെ ഒരു ഇതാണോ ആക്ച്വലി? ടെസ്റ്റിന് പോയപ്പോ ഫസ്റ്റ് ഫീലിംഗ് എന്തായിരുന്നു ആ ക്യാരക്ടറിന് അങ്ങനെ ആ വേഷം കെട്ട സമയത്ത്? അത് വിചാരിച്ചതിനേക്കാൾ മാന്യത കൂടി പോയോ? സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് പോലീസ് എന്തായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര്? ശിവപ്രസാദ്. നമുക്ക് റാപ്പിഡ് ഫയറിലോട്ട് പോയല്ലോ. കുറച്ച് എനർജി ആവട്ടെ. അതിലേക്ക് ഈസൺ ഡാഷ് മൂവി കണ്ടൊരു സിനിമ ഏതാ? എന്താ പറയാ, മറ്റേ പടത്തിന്റെ പ്രൊമോഷൻ തീർത്തിട്ട് അത് തീരുന്നതിന് മുമ്പ് അവസാനത്തെ സിനിമയുടെ പേര് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം. ഫാമിലി പോലെയാ, എന്താ പറയുന്ന വർക്കിലാണെങ്കിലും ഒരു യൂണിവേഴ്സൽ അപ്പീലുള്ള ഒരു ഐഡിയ ആണ് ബേസിക്കലി. ഇത് എവിടെ വേണമെങ്കിലും ഇത് വർക്കാവാം. ഒരു കോളേജ് ക്യാമ്പസ് അങ്ങനെ ഇന്ന സ്പെസിഫിക് ഒരു റീജിയണൽ അങ്ങനത്തെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിനിമയല്ല ഇത്. അതിന്റെ കഥ, അതിന്റെ ഐഡിയ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ പറയുന്ന പോലെ പുതിയൊരു ഡയറക്ടർ, പുതിയൊരു ഡെബ്യൂ ഡയറക്ടർ പോൾ. Hi, hello, this is Suraj here. You're watching me on Notify from the house of RFT. So, നമ്മൾ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നത് അതിരടി മൂവി ടീമിന്റെ കൂടെയാണ്. ഹായ്. ഹലോ. ഹായ്. സോ എന്താ തോന്നുന്നു, മൂവീസ് റിലീസിംഗ് വരുന്നുണ്ട്, 14th വരുന്നു, അപ്പൊ എത്ര ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്, എക്സൈറ്റഡ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. സിനിമ ഇറങ്ങാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അതെ, ഇറങ്ങിക്കോട്ടെ. എല്ലാവരുടെ മനസ്സിലും ഒരേ ഒരു വിചാരം, ഇപ്പൊ എനിക്ക് സാംകുട്ടി എന്ന് വിളിക്കാം, ശ്രീകുട്ടൻ എന്ന് വിളിക്കാം, ഷാനിക്കനെ മാത്രം എന്ത് വിളിക്കണം എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഒരു കാര്യം ചെയ്യാം, പിന്നെ വേറെ എന്തെങ്കിലും വിളിക്കാം. ഒരു പേര് പറയാം, എന്ത് തോന്നുന്നു. ശരി, അപ്പൊ ഈ ഇന്റർവ്യൂല് നീ ഷാനിക്കേനെ പീതാംബരം എന്ന് വിളിച്ചാൽ പീതാംബരം ചേട്ടാ, ഗുരുകുലത്തിലെ ഗുരു. അങ്ങനെ ആവട്ടെ. ചേട്ടൻ, ബേസിലേട്ടൻ, പീതാംബരൻ. സ്ക്രിപ്റ്റ് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക് പേര് നമ്മൾ റിവീൽ ചെയ്തില്ല, ഭയങ്കര സർപ്രൈസിങ് ക്യാരക്ടറാണ്, അങ്ങനെ വന്നിട്ടില്ല. ആ സമയത്ത് ഞാൻ ആക്ച്വലി പോസ്റ്റർ കണ്ട സമയത്താണ് എനിക്ക് മനസ്സിലായത് എന്റെ പേര് റിവീൽ ചെയ്യുന്നില്ല. ബട്ട് യുനോ അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീസൺ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ പിന്നെ അവരോട് അത് എന്തുകൊണ്ടാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല ഇതുവരെ. അപ്പൊ യു ആർ വെയിറ്റിംഗ് ഫോർ ദ മൂവി, അങ്ങനെയാണോ? അതെ അതെ, ഓഡിയൻസിനെ പോലെ എനിക്ക് എന്റെ പേര് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേരല്ല, പേരില്ലാത്ത കഥാപാത്രങ്ങളാണ് രണ്ടും. എനിക്കും ഇല്ല, വിനീതിനും. പടം കണ്ടിട്ട് ആർക്കും എന്ത് പേരുള്ള ഇടാം, കാണുന്നവര്. ഇപ്പൊ പീതാംബരൻ. അതുപോലെ തന്നെ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്, തെലുഗു, തമിഴ്, കന്നഡ ഇറങ്ങുന്നുണ്ട്. അതെങ്ങനെ ഒരു ലാൻഡ് സ്കെയിലായി കൊണ്ടുവരും? കാരണം നിങ്ങൾ 3 പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആണെന്ന് അങ്ങനെ ഒക്കെ നമുക്ക് ഇറക്കാം, അങ്ങനെ ഒരു ഇതാണോ ആക്ച്വലി? ഇതൊക്കെ അപ്പൊ ഇങ്ങനെ ഇത്രയും ഭാഷകൾ ഇറങ്ങുമ്പോ അത് എത്ര സന്തോഷമാണ്? അല്ല, ഇത്തരം ഭാഷകളിൽ ഇറങ്ങുന്നതിലല്ല സന്തോഷം, ഇറങ്ങിയിട്ട് ആൾക്കാരെ സ്വീകരിക്കുമ്പോഴാണ് സന്തോഷം. നമ്മൾ അതിന് ഇറങ്ങട്ടെ എന്നിട്ടല്ലേ. നമ്മൾ ഭാഷകളിൽ ഇറങ്ങുന്ന മുമ്പ് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് സ്വീകരിക്കപ്പെടുമ്പോഴാണല്ലോ അത് ലൈക്ക് വേർത്തിട്ട് ആകുന്നത്. ഇത് അങ്ങനെ ഒരു യൂണിവേഴ്സൽ അപ്പീലുള്ള ഒരു ഐഡിയ ആണ് ബേസിക്കലി. ഇത് എവിടെ വേണമെങ്കിലും ഇത് വർക്കാവാം. ഒരു കോളേജ് ക്യാമ്പസ് അങ്ങനെ ഇന്ന സ്പെസിഫിക് ഒരു റീജിയണൽ അങ്ങനത്തെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സിനിമയല്ല ഇത്. അതിന്റെ കഥ, അതിന്റെ ഐഡിയ ക്യാമ്പസും കോളേജൊക്കെ എല്ലായിടത്തും ഉണ്ട്. അതിന്റെ ഒരു ഐഡിയ ഒരു യൂണിവേഴ്സലാണ്. ആ ഐഡിയ വർക്കായാലും ഇത് എല്ലായിടത്തും വർക്കാവും. പിന്നെ ഒരു മേ ബി ഒരു കോമഡി കമേഴ്ഷ്യൽ എന്റർടൈനർ അങ്ങനെ എല്ലാ ഭാഷകളിലും നമ്മൾ അങ്ങനെ ഇറക്കി അറ്റംപ്റ്റ് ചെയ്യാറില്ല പൊതുവെ. കുറച്ചുകൂടെ പാൻ ഇന്ത്യ എന്ന് പറയുന്ന പോലത്തെ ഒരു ലേബലിൽ വരുന്ന പോലത്തെ കുറച്ചുകൂടെ മാസ് ആക്ഷൻ സിനിമകളാണല്ലോ അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ്. അപ്പൊ ഇത് നമ്മളിപ്പോൾ വേറെ രീതിയിൽ കുറച്ചുകൂടെ ഇങ്ങനത്തെ ഒരു സിനിമ അങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു അറ്റംപ്റ്റ് ആണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ അത് പ്രിഡോമിനന്റ്ലി തമിഴിലാണ് ഭയങ്കര നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തിട്ട് അവിടെ ഭയങ്കര ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സിനെയൊക്കെ വെച്ച് അതിന്റെ റീജിയണൽ ആയിട്ടുള്ളൊക്കെ വർക്ക് ചെയ്ത് അതിന് നല്ല റിലീസും പ്രൊമോഷനും ഡേറ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ അതിനുവേണ്ടി കുറച്ചധികം നന്നായിട്ട് എഫേർട്ട് ചെയ്യുന്നുണ്ട്. ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ടോനി ചേട്ടന്റെ ക്യാരക്ടറിൽ ഇപ്പോൾ ഒരു ടാറ്റു ഒക്കെ കുത്തി
ഒരു ടാറ്റു ഒക്കെ ഉണ്ടല്ലോ ആക്ച്വലി ഒരു ശ്രീകൃഷ്ണൻ ഓടക്കുഴൽ അതുപോലെ തന്നെ കെ എന്നൊക്കെ വെച്ചിട്ട് ട്രിവാൻഡ്രം സ്ലാങ് ഒക്കെ കുട്ടന്റെ അങ്ങനെ വെച്ചിട്ടൊക്കെ ഉണ്ട് ഓടക്കുഴലൊക്കെ വെച്ച് മയിൽപ്പീലിയൊക്കെ. അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ഉണ്ടാവല്ലോ, ലുക്ക് ടെസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ ഒരുങ്ങി കഴിഞ്ഞ് ലുക്ക് ടെസ്റ്റിന് പോയപ്പോ ഫസ്റ്റ് ഫീലിംഗ് എന്തായിരുന്നു ആ ക്യാരക്ടറിന് അങ്ങനെ ആ വേഷം കെട്ട സമയത്ത്? അത് വിചാരിച്ചതിനേക്കാൾ മാന്യത കൂടി പോയോ കണ്ണടയൊക്കെ വെച്ച നമ്മള് കണ്ണടയൊക്കെ വെച്ചപ്പോ ഒരു ഇത് അതിന് തൊട്ട് മുമ്പ് ചെയ്ത സിനിമേനേക്കാളും ഭയങ്കര ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ലുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെ ഞാൻ വേറെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇത് വരും. അപ്പൊ നമുക്കും പേഴ്സണലി കാണുമ്പോൾ അത് ഭയങ്കര വ്യത്യാസമുണ്ട് എന്നുള്ളത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പൊ ആ ലുക്ക് ഒന്ന് സെറ്റ് ആയി കിട്ടിയാൽ നമുക്ക് പകുതി പണിയോടെ തീർന്നു. പകുതി കോൺഫിഡൻസ് കൊടുക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കുമ്പോൾ കാണുന്നത് ഈ ആളെയും. അത് ഭയങ്കര ഫസ്റ്റ് ഒന്ന് ലുക്ക് ടെസ്റ്റ് ചെയ്ത് തീർന്ന പാടെ തന്നെ എല്ലാരും കണ്ടത് എല്ലാവർക്കും അത് ഓക്കെ വർക്കായി. ഇനി അതിൽ പിടിച്ചാൽ കയറാം, ഇനി അതിൽ പിടിച്ച് കയറാം എന്നുള്ള പോലെ ലുക്ക് വർക്കായ തന്നെ ആ സാംകുട്ടിക്ക് അത് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു പല്ലിൽ ടീത്ത് ബ്രേസസ് ഉണ്ട്. ശരിക്കും റിയൽ ആയിട്ട് ഇട്ടോ അതോ റിയൽ ആയിട്ട് ഇട്ടു? റിയൽ ആയിട്ടെന്ന് പറഞ്ഞാൽ ഷൂട്ടിന്റെ സമയത്ത് ഷൂട്ടിന് വേണ്ടിയാ പെയിൻഫുൾ ആയിരുന്നു? അല്ല, അത് അങ്ങനെ അതിനു വേണ്ടി അങ്ങനെ ഡിസൈൻ ചെയ്തതല്ല. നമ്മൾ മറ്റേതുപോലത്തെ അല്ല, അത് അതിന് വേണ്ടി ഷൂട്ടിന് വേണ്ടിട്ട് അവര് ഒരു കസ്റ്റം മെയ്ഡ് ചെയ്തിട്ടുള്ള റിമൂവബിൾ ആയിട്ടാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബ്രേസസ് പോലെ ഇരിക്കും, പക്ഷെ അത് റിമൂവബിൾ ആണ്. അത് അങ്ങനെ ഫുൾ ടൈം ആ പെയിനും വരില്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. ഷാനിക്കയുടെ രണ്ടാമത്തെ മൂവിയാണ് ആക്ച്വലി. അല്ല, എന്റെ ആക്ച്വലി മൂന്നാമത്തെ മൂവിയാണ്. മൂന്നാമത്തെ. ആദ്യത്തെ ഏതായിരുന്നു? കൊള്ളാം. കൊള്ളാം കൊള്ളാം അല്ല മോഷണം അല്ലേ? കൊള്ള അതല്ലേ? അതന്നെ മോഷണം അതന്നെ. ഓക്കെ, അപ്പൊ മൂന്നാം ആരായിട്ടാണ്? SP ആയിട്ടോ? സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. പോലീസ് എന്തായിരുന്നു ആ ക്യാരക്ടറിന്റെ പേര്? ശിവപ്രസാദ്. അതില് എന്റെ കീഴുദ്യോഗസ്ഥൻ വിനയ് ഫോർട്ടായിരുന്നു. എന്നെ സാറിന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, പേരറിയില്ല, പേരില്ല. അപ്പൊ മൂന്നാമത്തെ സിനിമയാണ് കാമരാജ്. അതിനുശേഷം മൂന്നാമത്തെ സിനിമ നമ്മള് സോക്കോൾ പീതാംബരൻ ഇപ്പൊ വിളിക്കുന്ന പോലെ മൂന്നാമത്തെ സിനിമയാണ്. അപ്പൊ ഷാനിക്കും എക്സൈറ്റിംഗ് ആണ്. ഇപ്പൊ പടങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനെ ഓക്കെ ഇത് എടുക്കാം, കാരണം മുന്നത്തെ കുറച്ച് ഭയങ്കര കോമഡി ക്യാരക്ടർ ആയിരുന്നു കുറച്ച്. അപ്പൊ അങ്ങനെ ഉണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ ചൂസ് ചെയ്യുമ്പോ അത് വരുന്ന സമയത്ത് അങ്ങനെ എടുക്കുന്നതാണ് ആക്ച്വലി ആ ഒരു പ്രോസസ്. അങ്ങനെ ഞാൻ അങ്ങനെ ഒന്നും നോക്കിയിട്ടൊന്നുമില്ല. ഇതില് ആക്ച്വലി ഇതിന്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ എന്റെ അടുത്ത് വന്ന് കഥ പറയുന്നതിന് മുന്നേ വേറൊരാളാണ് എനിക്ക് ഇതിന്റെ കഥ കംപ്ലീറ്റ് പറഞ്ഞത്. അത് ജിയോ ബേബിയാണ്. കാരണം പുള്ളിക്ക് അറിയില്ല, പുള്ളിയുടെ വിചാരം ഇവര് വന്നിട്ട് എന്നോട് കഥ ഓൾറെഡി പറഞ്ഞു എന്നാണ്. പക്ഷെ ജിയോ ബേബി എന്നെ വിളിച്ചിട്ടോ നിങ്ങളുടെ കഥാപാത്രം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പിന്നീടാണ് ഇതിന്റെ ഡയറക്ടേഴ്സ് വന്നിട്ട് എന്നോട് കഥ പറയുന്നതും ഇത് ഞാൻ തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ചൂസ് ചെയ്തു. വേറെ കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് റാപ്പിഡ് ഫയറിലോട്ട് പോയാലോ? കുറച്ച് എനർജി ആവട്ടെ, കുറച്ച് ക്ഷീണം പോലെ. അപ്പൊ മൂന്നൊരു വലിയൊരു യെസ് പറഞ്ഞു കേട്ടെ. റാപ്പിഡ് ഫയറിലോട്ട് പറയട്ടെ. ഓക്കെ, അതിരടി ഈസ് എൻ ഡാഷ് മൂവി. എന്റർടൈനർ ഷനിക്ക. അതിരടി ഈസ് എൻ ഡാഷ് അല്ലെങ്കിൽ മൂവി മാസ് മൂവി. മാസ് അപ്പൊ എന്താ പറഞ്ഞ ഫൺ എന്റർടൈനർ മാസ്, അതാണ് അതിരടി. ഓക്കെ, ഫേവറേറ്റ് ക്യാരക്ടർ നിങ്ങളുടെ ക്യാരക്ടർ അല്ലാതെ ഈ ക്യാരക്ടർ ഭയങ്കര അടിപൊളി. ടോനോ ചേട്ടൻ പറ ഫസ്റ്റ് ആൻസർ. ജിയോ ചേട്ടന്റെ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര അല്ല, അത് ഈ പടത്തിലെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ പോണ എന്തായാലും സാംകുട്ടിനെ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞ അതല്ലാത്തൊരു സാധനം പറഞ്ഞതാണ് ജിയോ ചേട്ടന്റെ ക്യാരക്ടർ, ജിയോ ബേബി. എനിക്ക് ശ്രീകുട്ടന്റെ ക്യാരക്ടർ. ശ്രീകുട്ടൻ. ഓക്കെ. സെറ്റിൽ ഏറ്റവും കൂടുതൽ ലേറ്റ് ആയി വരുന്ന ആള് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്നുവെച്ചാൽ കറക്റ്റ് സമയത്ത് വരാതെ ഒരു 15 മിനിറ്റ് 5 മിനിറ്റ് ചിലപ്പോ 1 മണിക്കൂർ ആകും അങ്ങനെ ലേറ്റ് ആയി വരുന്ന. അതിന് ഉത്തരം ഇപ്പോ ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്നോ? എന്താണ് കാരണം കേക്കട്ടെ? പാട്ടൊക്കെ പാടി വരാൻ തിരക്കായിട്ടാണോ? രാവിലെ എണീറ്റ് ഒരു 2 മണിക്കൂർ സാധകം ചെയ്യാതെ
എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയുള്ളത് കൊണ്ട് ഞാൻ പിന്നെ 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 നിങ്ങൾ നല്ല ലേറ്റ് ആയിരുന്നു ഷാനിക്ക. പലപ്പോഴും ഞാനും വിനീതേട്ടൻ്റെ അവിടെ ഇപ്പൊ തന്നെ ഈ ഇന്റർവ്യൂവിന്റെ ഇടയിൽ തന്നെ എപ്പോഴും നിങ്ങളല്ലേ ലേറ്റ് ആയിട്ട് വരുന്നത്. ഈ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിട്ട് നിങ്ങൾ മേലെ കയറി പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അല്ല ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കണ്ടേ, ആക്ടർ ലൈഫ് അല്ലേ, അതുകൊണ്ട് ലേറ്റ് ആവണമെന്ന് പറഞ്ഞു. അതില്ല പുള്ളിക്കാരൻ ഇപ്പോഴാണ് ആ ഒരു ഫീൽഡിലോട്ട് വന്നത് actually. അതെ. അപ്പൊ ഞാൻ ആ ഒരു ഗ്രൂവിലേക്ക് വീഴാൻ എടുക്കുന്ന ഒരു ടൈം അത് കുഴപ്പമില്ല. Acting സമയത്ത് ഗുരുകുലം സമ്പ്രദായത്തിൽ നിന്നും കോളേജ് മൂഡിലേക്ക് വരാനുള്ള ഒരു പ്രൊമോഷൻ സമയത്ത് ഇങ്ങനെ ഇപ്പൊ പറയല്ലോ കോസ്റ്റ്യൂം ഒക്കെ നോക്കണം, അങ്ങനെ ഉണ്ട് ആക്ച്വലി ആക്ടറിന് അങ്ങനെ ഉണ്ട്. അപ്പൊ ഷാനിക്ക് ചോദിക്കാറുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇന്റർവ്യൂ വന്നിരിക്കുമ്പോ ലൈക്ക് എന്തെങ്കിലും സജഷൻസ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഇവരോടോ ആരോട് ചോദിക്കാൻ രണ്ടുപേർക്കും സ്വന്തമായിട്ട് സ്റ്റൈലിസ്റ്റ് ഉണ്ട് ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ അതിനൊക്കെ ആള് നിർത്തിയിട്ടുണ്ട്. പ്രോഗ്രാം കിട്ടിയാൽ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, റീസെന്റ് ടൈമിൽ കണ്ടൊരു സിനിമ, ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമ റീസെന്റ് ടൈമില്, എനി ലാംഗ്വേജ്, മലയാളം, തമിഴ്, തെലുങ്ക്, എന്ത് ഇംഗ്ലീഷ് എന്തെങ്കിലും ആവും. ഉത്തരം പറയാൻ ആലോചിച്ച് കിട്ടുന്ന വേഗം പറ. റീസെന്റ് കണ്ട ഇഷ്ടപ്പെട്ടൊരു ഏതെങ്കിലും സിനിമ? ഏതെങ്കിലും സിനിമ. ഓ ഞാൻ പെട്ടെന്ന് ആൻസർ ചെയ്യാം, കിട്ടുന്ന പെട്ടെന്ന്. വാഴ 2. വാഴ 2. വാഴ 2 മൈക്കിളും മൈക്കിൾ കണ്ട? അയ്യോ ഞാൻ കണ്ടില്ലേ. കണ്ടില്ല, ഇഷ്ടപ്പെട്ട നല്ല പടം അല്ലേ? എനിക്ക് ഇതൊക്കെ കാണണമെന്നുണ്ട്, പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു വാഴ കുറെ കണ്ടില്ല? ഞാൻ കുറച്ച് തിരക്ക്. എന്ത് തിരക്കാ ഇതിന്റെ ഇടയിൽ എങ്ങനെ പ്രൊമോഷൻ. ഓ 2 ദിവസം പ്രമോഷന് വന്നതാണോ? എടാ വാഴ 2 ഒക്കെ ഇറങ്ങിയിട്ട് ഒരു മാസമായി ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച്. ഞാൻ എവിടെയായിരുന്നു എനിക്കറിയോ പ്രമോഷൻ? അതെന്റെ നോക്കേണ്ട ആവശ്യം, അതെന്തിനാ എന്നെ നോക്കുന്നേ? കണ്ടൊരു സിനിമ ഏതാ? എന്താ അറിയോ, മറ്റേ പടത്തിന്റെ പ്രമോഷൻ തീർത്തിട്ട് പള്ളിച്ചട്ട. അത് തീരുന്നതിന് മുമ്പ് തന്നെ അവസാനത്തെ സിനിമയുടെ പേര് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം. അത് തീരുന്നതോടുകൂടി അടുത്ത പടത്തിന്റെ ഷൂട്ടില് ജോയിൻ ചെയ്ത് ഇടി പിടി നൈറ്റ് ഷൂട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് വീട്ടിലിരിക്കാന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഇതിന്റെ പ്രമോഷൻ വിളിച്ച് വീണ്ടും ഇവിടെ വന്നു. ഞാൻ കാണും. അശോ ലാസ്റ്റ് കണ്ടൊരു സിനിമ ടോവിനോഷേട്ടൻ്റെ അല്ലാത്ത കേട്ടോ, വേറെ ഒരു ആക്ടറിന്റെ ഒരു പടം ലാസ്റ്റ് കണ്ടത്, തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമ, വളരെ പണ്ടാണ്. രാത്രി മണിച്ചിത്രത്താഴ്. അത് ആദ്യം കണ്ടത് ഈ അടുത്ത് അല്ലേ, പക്ഷെ കൊറേ സമയം എടുക്കാൻ എനിക്ക് തലയിൽ ഓടണില്ല. അതാണ് പള്ളിച്ചട്ടമ്പി കണ്ടോ? അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഡയലോഗ് കൂടുതൽ തെറ്റിക്കുന്നത്, റീടേക്ക് എടുക്കുന്ന ഡയലോഗ് തെറ്റിക്കുന്ന ഒരാള് ആരാ കൂട്ടത്തില്? ഇല്ല, വെറുതെ തമാശക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയതാ. ഇല്ല അങ്ങനെ ആരും എല്ലാരും നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ. നോ ബഡി, എവരിബഡി ഈസ് പെർഫെക്റ്റ്. അല്ല പ്രൊഫഷണൽസ്. ആരാണ് സെറ്റിൽ ഏറ്റവും കൂടുതൽ കോമഡി അടിക്കുന്നത്? ഭയങ്കര കോമഡി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോമഡി. ഇതിന്റെ ഡയറക്ടർ കോമഡി അടിക്കും, ഭയങ്കര കോമഡി. അതെങ്ങനെ സീൻസ് പറഞ്ഞതിന്റെ ഇടയ്ക്കാണോ അതോ അവൻ സീൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവന് ചിരി വരും. അവന്റെ അവിടുന്ന് വന്നിട്ട് ഇവനെ എഴുതിയതാ സ്വന്തം എഴുതി, അങ്ങനെയാണ് കോമഡിക്ക് കേൾക്കുക. അത് അരുൺ ഇങ്ങനെ അതായത് ആ സീൻ ഇങ്ങനെ 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 അപ്പൊ നമ്മളിങ്ങനെ. പക്ഷെ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഫേവറേറ്റ് ആക്ടർ ആക്ട്രസ്, ഒരു നടി നടൻ ഇഷ്ടപ്പെട്ടൊരു, അപ്പൊ ഇതൊന്നും ആലോചിക്കണം പെട്ടെന്ന് പറയാലോ. അത് ഞാൻ അങ്ങനത്തെ ലിസ്റ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് ആലോചിച്ചിട്ടൊക്കെ പറയണം. അതിപ്പോ ഒരാളെ മാത്രമായിട്ട് എങ്ങനെ ഇഷ്ടപ്പെടണേ പറ്റുന്നില്ല. പറ, നിങ്ങൾ ഇങ്ങനെ ഒരാളെ മാത്രമായിട്ട് എങ്ങനെ ഇഷ്ടപ്പെടണം? ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരിൽ ആരും ഇഷ്ടം? എനിക്കോ കുടുങ്ങിയോ? കുടുങ്ങി. റാപ്പിഡ് ഫയർ വെച്ചാല് എനിക്ക് ഒന്നാമത് അങ്ങനെ ഒരാളെ മാത്രമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാള് എന്ന് പറയുന്നേക്കാള് എല്ലാവരും ഒരു സിനിമ കണ്ടു കഴിയുമ്പോ ഇയാൾ എന്തൊരു പൊളിയാണെന്ന് തോന്നും, അടുത്ത സിനിമ കാണുമ്പോൾ വേറൊരാളെ കാണുമ്പോ അയാൾ അടിപൊളിയാണെന്ന് തോന്നാം അല്ലെ. എനിക്ക് അങ്ങനത്തെ ഒരു ഞാൻ പിന്നെ അവരെ ഭയങ്കര കമ്പാരിസണോ അങ്ങനത്തെ കമ്പയർ ചെയ്ത് നോക്കാറില്ല. അങ്ങനെയാണ്. ഓക്കെ, നമുക്ക് റാപ്പിഡ് ഫയർ കഴിഞ്ഞു. ഇനി കമ്മിങ് ടു അതിരടി സിനിമയിലോട്ട് വരുമ്പോ തന്നെ പ്രൊഡ്യൂസർ ആണ് ആക്ച്വലി. അപ്പൊ ലൈക്ക് ഹൗസ് ഇങ്ങനെ സിനിമ പ്രൊഡക്ഷനിലോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യില്ല, റെസ്പോൺസിബിലിറ്റി ആണത്. അപ്പോ ഇത് ഈ സ്റ്റോറി വന്ന സമയത്ത് തന്നെ ആക്ട് ചെയ്യണം അങ്ങനെ ഉണ്ടായിരുന്നോ, അതോ അവർ തന്നെ പറഞ്ഞു ലൈക്ക് ഈ പാട്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിരിക്കും, അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ് എൻ്റെ അടുത്ത് ആദ്യം വന്നത്. പിന്നെ രണ്ടും ഒരുമിച്ചാണ് വന്നത് ആക്ച്വലി. നമ്മളൊരു അങ്ങനത്തെ ഒരു പോയിന്റിൽ നമ്മൾ ഓക്കെ, അരുണും പോൾസണും ഇതിന്റെ റൈറ്റർ പോൾസണും ഡയറക്ടർ അരുണൊക്കെ ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഫ്രണ്ട്സാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്കൊരു സിനിമ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ
അവർ എഴുതിയ ക്യാരക്ടർ ഞാൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് അവർക്ക് തോന്നി. അപ്പോൾ നമ്മൾ എന്തായാലും ആ സിനിമ ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ തന്നെ എന്തായാലും ഒരു പ്രൊഡക്ഷൻ ഒരു കമ്പനി തുടങ്ങണം എന്നൊക്കെ ഉള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ ഇമ്മീഡിയറ്റ്ലി തുടങ്ങണം, അല്ലെങ്കിൽ അതിന് വേണ്ടി സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നു എന്നൊക്കെ പറയുന്ന സെനാരിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളൊക്കെ പോലെ നമ്മുടെ കൂടെയൊക്കെ തന്നെ നിൽക്കുന്ന ആൾക്കാർ ഒരാൾ അതിനുവേണ്ടി മുമ്പോട്ട് വരുമ്പോൾ വൈ നോട്ട്, അപ്പോൾ അത് അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ സംഭവിച്ചതാണ്. ഇറ്റ്സ് നോട്ട് ഓൺ ബോർഡ് വരുന്നത് ചേട്ടനാണ്. അതെ 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 അതെ. അത് കഴിഞ്ഞപ്പോ കാസ്റ്റിംഗ് സെലക്ഷൻ ഒക്കെ പ്രൊജക്ട് ഉണ്ടാക്കിയത് ഇവര് തന്നെ. ഓൺ ബോർഡ് വരാൻ ഓൺ ബോർഡ് വരാനില്ല, നമ്മൾ അങ്ങ് ഉണ്ടാക്കിയ ഒരു പ്രൊജക്ട് ആണ്. ഓൺ ബോർഡിംഗ് അതിനുശേഷം ഓൺ ബോർഡ് വന്നത് വിനീതേട്ടൻ, ഷാനിക്ക, പിന്നെ ലാസ്റ്റ് ആണ് ടോബി ഒക്കെ അതിൽ ഓൺ ബോർഡ്. ആക്ച്വലി ഫാമിലി പോലെയാ, എന്താ പറയുന്ന വർക്കിലാണെങ്കിലും അച്ഛൻ, മൂത്ത മകൻ, ഇളയ മകൻ. അല്ല അതതിനകത്ത് തീരുമാനിച്ചു. ഞാനാണ് ഈ പീതാംബരൻ ഈ വീടിന്റെ ഐശ്വര്യം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ സീൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫാമിലി നമ്മൾക്കൊരു ഫാമിലി ആണല്ലോ, നിങ്ങൾ ഫാമിലി ആണല്ലോ. നമ്മളല്ല, ഞങ്ങൾ ഫാമിലി ആണ്. അപ്പൊ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സീരിയസ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ ചിരി വരിക അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടാവും. പെട്ടെന്ന് ചിരി വരുന്നതിനെ കാണും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് ആക്ച്വലി? എനിക്കുണ്ടാവാറുണ്ട്, ഷാനിക്കയ്ക്ക് നന്നായിട്ട് ഉണ്ടാവാറുണ്ട്, ഭയങ്കരമായിട്ട് ഷാനിക്ക് ചിരി തുടങ്ങി ചിരി നിർത്താൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഷാനിക്ക്. ഇപ്പം ഞാൻ ആ ഒരു കാര്യത്തിലാണ് ഞാൻ ഇവരൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അഡ്മയർ ചെയ്യുന്നതും ഒക്കെ. കാരണം ടോബിയും ഞാനുമായിട്ട് ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിൽ ഞാൻ ടോബിയോട് ചൂടായിട്ട് സംസാരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ടോബി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എൻ്റെ ആക്സസിൽ എടുക്കും. പിന്നെ ടോബിയുടെ ആക്സസിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ ചിരിക്കുക ചെയ്യണേ. പക്ഷെ ടോബി ഇത് മൈൻഡ് ചെയ്യാതെ സീരിയസ് ആയിട്ട് ഉള്ളിൽ തെറിയും വിളിച്ചോണ്ട് ചിരിപ്പിക്കല്ലേ ഇത് അഭിനയിക്കണം. അപ്പൊ ഞാൻ ഇവിടുന്ന് പിന്നെ ഉറപ്പല്ലേ അവിടെ അത് എനിക്കാണെങ്കിൽ ടെൻഷനോട് ഇത് തീർക്കണം. അപ്പൊ അവിടെയാണ് നമ്മുടെ എക്സ്പ്രഷൻസ് അല്ല, അവരുടെ റോൾ അവര് വൃത്തിയായിട്ട് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ താരതമ്യേന പണ്ടത്തെ അപേക്ഷയൊക്കെ ചിരി കൺട്രോൾ ചെയ്യാനൊക്കെ ഇപ്പൊ തുടങ്ങിയ സമയത്തൊക്കെ എന്തെങ്കിലും ചിരിയൊക്കെ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട്. പക്ഷെ ഇപ്പൊ താരതമ്യേന നമ്മളത് ബലം പിടിച്ചോളാം. പക്ഷെ നിവിനാണ് അതിന്റെ ഹീറോ. ചിരിക്കുന്ന കാര്യത്തിൽ ചിരി തുടങ്ങിയാ പിന്നെ നിർത്തൂല. 10-20 ടേക്ക് അങ്ങനെ പോകും. 14 വരെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതിരടി എന്ന് പറയുമ്പോ ഒരു ജെൻസി വൈബിൾ ഒരു പടമാണ് ആക്ച്വലി. കോളേജ് അപ്പൊ ഞാൻ കുറച്ച് ജെൻസി സ്ലാങ്ങുകൾ പറയാം. അപ്പൊ അതിന് അർത്ഥം അറിയാം. ജെൻസി ഒക്കെ കഴിഞ്ഞു, ആൽഫയും ബീറ്റൊക്കെ വന്നു. നോക്കിയേക്കാം. സിംഗിൾ ഇറങ്ങിയപ്പോ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിപ്പോ നോ ക്യാപ്പ്, അതിന്റെ അർത്ഥം എന്താ പറയുക? നോ ക്യാപ്പ് പിന്നെ കള്ളമില്ല. അല്ല സീരിയസ് ആയിട്ട് ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ ഗോസ്റ്റിംഗ്. ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് മറ്റേ കാണാത്ത പോലെ നിൽക്കുക, അതായത് മെസ്സേജ് അയച്ച് റിപ്ലൈ ചെയ്തിരിക്കുക അല്ലേ, ഒഴിവാക്കുക. ഗോസ്റ്റിംഗ് ചെയ്ത താരനെ ലിസ്റ്റിൽ ഒരുപാട് പേര് ഇപ്പൊ വരാതെ ഷാനിക്ക ആന്റണി ഇല്ല ഞാൻ ആരും അങ്ങനെ ഗോസ്റ്റിംഗ് ചെയ്യാറില്ല. ഷാനിക്ക ഈ പറയുന്ന അഭിനയിച്ചൊക്കെ കഴിഞ്ഞിട്ട് പൈസയൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഗോസ്റ്റിംഗ് ചെയ്യാറുണ്ട് ചെറുതായിട്ട്. പ്രൊഡ്യൂസർ അത് വന്ന് പൊളിച്ചടക്കി പോയി കളിയാൻ ഒന്നും ബാക്കി വെച്ചില്ല. അത് അറിയായിരുന്നോ? എവിടെ കേട്ടിട്ടുണ്ടോ? അത് പറഞ്ഞു കൊടുത്ത ആൾ കേട്ടിട്ടില്ല. അത് പറഞ്ഞില്ലേ ഇപ്പൊ? അത് തന്നെ ബാക്കി വെച്ചില്ല. ആ കാലത്ത് പടമില്ല. എന്നായിരുന്നു അതിന്റെ പേര് ഇതായിരുന്നു. ഒരു രക്ഷയില്ല. നമ്മുടെ കാലത്ത് ഉണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ.
ജെൻസി അല്ല അത് പറയാൻ നീ ജനിച്ചാണോ? അതിന് നീ ആരാ? ഇത് 90s ലുള്ളതാ. 90s ലുള്ളത്. ഓക്കെ ഓക്കെ. സോ മൂവി 14th വരെയാണ്. അപ്പൊ ഓഡിയൻസിന് അടുത്ത് എന്താ പറയാനുള്ളത്? നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ പറയുന്ന പോലെ പുതിയൊരു ഡയറക്ടർ, ലൈക്ക് ഡെബ്യൂ ഡയറക്ടർ പോൾസൺ, അതിന്റെ ബാക്കി നല്ലൊരു ക്രൂ, ടെക്നീഷ്യൻസ്, ഒരുപാട് സെറ്റ് ഓഫ് ആക്ടേഴ്സ്, നമ്മളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്ത ഒരു ഷൂട്ടാണ്. ഇതിന്റെ പ്രോസസ്സ്, എൻറ്റയർ പ്രോസസ്സ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്, ഇതിന്റെ റിലീസിന്റെ അന്ന് വരെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇന്റർവ്യൂസിൽ വരെ ഭയങ്കര ഫണ്ണാണ്. ആക്ച്വലി എല്ലാവരും പറയുന്നത് ചേട്ടാ പടം വരുന്നുണ്ടല്ലോ, ഇന്റർവ്യൂ കലക്കണേതാ. ആ ഒരു സെൽഫി എടുക്കാനായിരുന്നു ഷൂട്ട് ലൊക്കേഷനിൽ. ഒരു ചേട്ടൻ വന്നിട്ട് ഫോട്ടോ എടുക്കണ വിട്ടല്ലോ, ഇന്റർവ്യൂ വിളിക്കണേ. ഓക്കെ, പടം, അപ്പൊ തുണി. അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ലൈക്ക് ഒരു ഇത്ര മാസം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 6-7 മാസത്തെ ഒരു ടൈം പീരീഡ് ആണ് എൻ്റെ ലൈഫിൽ ഈ സിനിമയ്ക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ലൈക്ക് ഫോർ എ ലൈഫ് ടൈം അത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ബാക്കി അതിന്റെ റിസൾട്ട് ആൾക്കാർ, ഹോൾ ക്രൂ, ഹോൾ ടീമിന്റെ ഒരു പറ്റുന്ന ഒരു ഹാർഡ് വർക്കിന് തരുന്ന ഒരു സക്സസ് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഫ്യൂച്ചർ പ്രൊജക്ട് ഇനി ഒരുപാട് സിനിമകൾ കാണാൻ പറ്റില്ല നമുക്ക്. അതെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു. താങ്ക് യു.